നാം പള്ളികളിൽ ദിക്റിൻ്റെയോ മൗലിദിൻ്റെയോ റാത്തീബിൻ്റെയോ സദസ്സുകൾ സംഘടിപ്പിച്ചാൽ ചീരണി വിതരണം ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിന് വല്ല മഹത്വമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും സദസ്സിൽ ഒത്തുചേരുന്നാൽ എന്തെങ്കിലും മധുരം പങ്കുവെച്ചതിന് ശേഷമേ ആ സദസ്സിൽ നിന്ന് പിരിയാറുള്ളൂ. മഹാനായ ഹബീബ് അലവി റളിയല്ലാഹു അൻഹു പറയുന്നു, റാത്തീബ് സംഘടിപ്പിച്ചാൽ അവിടെ മധുരം കഴിക്കാറുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ചീരണി വിതരണം നടത്താറുണ്ട്. നാം പള്ളികളിൽ സദസ്സുകൾ ദിക്റിൻ്റെയോ മൗലിദിൻ്റെയോ റാത്തീബിൻ്റെയോ സദസ്സുകൾ സംഘടിപ്പിച്ചാൽ അവസാനം ചീരണി വിതരണം ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ നാം നമ്മുടെ മക്കളെല്ലാം ഒരുമിച്ച് കൂടിക്കൊണ്ട്, നമ്മുടെ കുടുംബത്തിലുള്ളവർ ഒരുമിച്ച് കൂടിക്കൊണ്ട് ദിക്റുകൾ ചൊല്ലി സദസ്സ് സംഘടിപ്പിച്ച് പിരിയുമ്പോൾ മധുരം ചീരണിയായി വിതരണം നടത്താറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിന് വല്ല മഹത്വമുണ്ടോ? നോക്കാം നമുക്ക്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേര് സയ്യിദ് ഉമർ സഖാഫി എന്നാണ്. നാം നമ്മുടെ വീടുകളിൽ ചീരണി വിതരണം നടത്താറുണ്ട്. അതുപോലെ പള്ളികൾ സദസ്സ് സംഘടിപ്പിച്ചാൽ ചീരണി വിതരണം നടത്താറുണ്ട്. ആ ചീരണി വിതരണം നടത്തുന്നതിൻ്റെ മഹത്വം നമുക്ക് ഓരോന്നായി നോക്കാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും സദസ്സിൽ ഒത്തുചേരുന്നാൽ എന്തെങ്കിലും മധുരം പങ്കുവെച്ചതിന് ശേഷമേ ആ സദസ്സിൽ നിന്ന് പിരിയാറുള്ളൂ എന്ന് നമുക്ക് കിതാബിൽ കാണാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സിൽ മധുരം വിതരണം നടത്താറുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പിൻപറ്റിയതായി നമുക്ക് മധുരം വിതരണം നടത്താമല്ലോ. രണ്ട്, മഹാനായ ഹബീബ് അലവി റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ ഉപ്പാപ്പ അബ്ദുല്ലാഹിബ്നു ഹദ്ദാദ് റളിയല്ലാഹു അൻഹു തൻ്റെ റാത്തീബ് സംഘടിപ്പിച്ചാൽ അവിടെ മധുരം കഴിക്കാറുണ്ടായിരുന്നു. അതുപോലെ അവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക്, തൻ്റെ റാത്തീബിൽ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് ആ മധുരം ഷെയർ ചെയ്യാറുണ്ടായിരുന്നു എന്ന് മഹാനായ ഹബീബ് അലവി തങ്ങൾ പറഞ്ഞതായി കാണാം. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം മജ്‌ലിസുകൾ സംഘടിപ്പിച്ചാൽ അവിടെ മധുരം വെക്കലും ആ മധുരം നാം കഴിക്കലും കൂടിയ ആളുകൾക്ക് വിതരണം ചെയ്യലൊക്കെ പുണ്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇത്തരം വിഷയം നാം ചെയ്യാം, നമുക്ക് മഹത്വം കൂടും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സയ്യിദ് ഉമർ സഖാഫി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.